സ്റ്റുഡൻസ് എഡ്യൂക്കേറ്റഡ് ലേണിംഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടീച്ചറുടെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ടീച്ചർ പഠിപ്പിക്കുന്നത് കെമിസ്ട്രി ആണ്. ഓക്കെ, സോ നമ്മുടെ സൊല്യൂഷൻസ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചായിരുന്നു. അതൊരു ചെറിയ കാര്യം നമ്മൾ പറഞ്ഞു, എന്താണ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് സൊല്യൂഷൻ എന്ന്. അപ്പൊ ആ വീഡിയോ അവസാനിക്കുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ എപ്പോഴും പറയുന്ന സോൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്നല്ലാതെ മറ്റു കുറെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. എക്സാമ്പിൾ നേരത്തെ പറഞ്ഞത് എന്താ, എയർ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയില് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ഈ വീഡിയോയുടെ ടോപ്പിക് എന്താണ്, ടൈപ്സ് ഓഫ് സൊല്യൂഷൻ ആണ്. ഇതൊരു ചെറിയ ടോപ്പിക് ആണ്. അത് തന്നെയല്ല, ഇതിനകത്തുനിന്ന് വലിയ വലിയ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസും വളരെ കുറവാണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കതും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിൽ തുടങ്ങാം. എന്താണ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ? ടൈപ്സ് ഓഫ് സൊല്യൂഷൻ, സോ ബേസ്ഡ് ഓൺ ദ physical matter of the solvent, we can classify the solutions into gaseous solution, liquid solution and solid solution. So നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിനകത്ത് ഒരു സൊല്യൂട്ട് ഉണ്ടാകും, സോൾവെന്റ് ഉണ്ടാകും. സൊല്യൂട്ട് എന്ന് പറയുന്നത് മൈനർ പ്രൊപ്പോർഷനിൽ, സോൾവെന്റ് എന്ന് പറയുന്നത് മേജർ പ്രൊപ്പോർഷനിൽ ഉള്ള ഒരു കമ്പോണന്റ് ആണ്. ഓക്കെ, അപ്പൊ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് ഗേഷ്യസ് സൊല്യൂഷൻ ആണോ, ലിക്വിഡ് സൊല്യൂഷൻ ആണോ, അല്ലെങ്കിൽ സോളിഡ് സൊല്യൂഷൻ ആണോ എന്നുള്ള കാര്യം ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? സോൾവെന്റ് ആണ്. ഓക്കെ, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യം ഇത് മനസ്സിലാക്കുക, നമുക്ക് സൊല്യൂഷൻസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ് മൂന്ന് ക്ലാസിഫിക്കേഷൻസ്? ഗേഷ്യസ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ ആൻഡ് സോളിഡ് സൊല്യൂഷൻ. Got it? ഇനി നമ്മൾ ഓരോ സൊല്യൂഷൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തേതാണ് ഗേഷ്യസ് സൊല്യൂഷൻ. ഗേഷ്യസ് സൊല്യൂഷൻസ് എന്താണ് ഗേഷ്യസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ ടീച്ചർ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞു, സോൾവെന്റിന്റെ ഫിസിക്കൽ മാറ്റർ ആണ് ഒരു സൊല്യൂഷന്റെ ടൈപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെ. അതായത് നമുക്ക് ഒരു സൊല്യൂഷനിൽ എന്തൊക്കെയുണ്ട്? സൊല്യൂട്ടും ഉണ്ട്, സോൾവെന്റും ഉണ്ട്. ഈ സോൾവെന്റ് എന്ന് പറയുന്നത് ഗ്യാസ് ആണെങ്കിൽ, സോൾവെന്റ് ഗ്യാസ് ആണെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷൻസിനെ പറയുന്ന പേരാണ് ഗേഷ്യസ് സൊല്യൂഷൻ. എന്താണ് ഗേഷ്യസ് സൊല്യൂഷൻ? നമ്മളുടെ കയ്യിലുള്ള സൊല്യൂഷന്റെ സോൾവെന്റ് ഗ്യാസ് ആണെന്ന് കരുതുക. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗേഷ്യസ് സബ്സ്റ്റൻസ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഗേഷ്യസ് സൊല്യൂഷൻസ്. ഗോട്ട് ഇറ്റ്? സോ ഏതൊക്കെയാണ് ഗേഷ്യസ് സൊല്യൂഷൻസിന്റെ അണ്ടറിൽ വരുന്നത് നോക്കാം. അപ്പൊ ആദ്യം നോക്കിക്കേ, സൊല്യൂട്ടും ഗ്യാസ് ആണ്, സോൾവെന്റും ഗ്യാസ് ആണ്. എന്താണ്? സൊല്യൂട്ടും ഗ്യാസ് ആണ്, സോൾവെന്റും ഗ്യാസ് ആണ്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എന്ത് പറയാം? അതൊരു ഗ്യാസ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ ആണ്. മഞ്ഞ എടുക്കാം. ഓക്കെ, ഇതെന്താണെന്ന് പറയാം? ഗ്യാസ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ ആണ്. ഗ്യാസ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ ആണ്. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഒരു എക്സാമ്പിൾ പറഞ്ഞു നോക്കിക്കേ. ഗ്യാസ് ഇൻ ഗ്യാസ്, എയർ. എയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എയർ എന്ന് പറഞ്ഞാൽ മിക്സ്ചർ ഓഫ് ഓക്സിജൻ, നൈട്രോജൻ, അതുപോലെ ആർഗൺ, വാട്ടർ വേപ്പർ തുടങ്ങിയുള്ള ഗ്യാസസ് ആണ് ഉള്ളത് അല്ലെ. അപ്പൊ നമുക്ക് പറയാം എയർ ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഗ്യാസ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ, അല്ലെങ്കിൽ എയർ എന്ന് പറയുന്നത് ഒരു ഗേഷ്യസ് സൊല്യൂഷൻ ആണ്. മനസ്സിലായോ? അടുത്ത നോക്കിക്കേ, ലിക്വിഡ് ഇൻ ഗ്യാസ്. ലിക്വിഡ് ഇൻ ഗ്യാസ്, സോ സൊല്യൂട്ട് എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്, അതുപോലെ സോൾവെന്റ് എന്ന് പറയുന്നത് എന്താ? ഗ്യാസ് തന്നെ. അപ്പൊ സോൾവെന്റ് ഗ്യാസ് ആയതുകൊണ്ട് ഇതെന്താ സൊല്യൂഷനാ? ഗേഷ്യസ് സൊല്യൂഷനാ. ഏത് ടൈപ്പ് ഗേഷ്യസ് ആണ്? ലിക്വിഡ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ ആണ്. ലിക്വിഡ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ ആണ്. എക്സാമ്പിൾ നോക്കിക്കേ, ക്ലോറോഫോം മിക്സ്ഡ് വിത്ത് നൈട്രോജൻ ഗ്യാസ്. ക്ലോറോഫോം മിക്സ്ഡ് വിത്ത് നൈട്രോജൻ ഗ്യാസ് ആണ് ഇതിന് എക്സാമ്പിൾ. അടുത്ത നോക്കാം, സോളിഡ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ. സോളിഡ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് എന്തായിരിക്കണം? സോളിഡ് ആയിരിക്കണം. അതുപോലെ സോൾവെന്റ് എന്തായിരിക്കണം? ഗ്യാസ് ആയിരിക്കണം. മനസ്സിലായോ? അപ്പൊ നോക്കിക്കേ, എക്സാമ്പിൾ എന്താണ്?
camphor in nitrogen gas. Camphor in nitrogen gas. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ബേസിക്കലി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എക്സാമ്പിൾസ് എഴുതാനായിരിക്കും. ഓക്കെ, അപ്പോ ലിക്വിഡ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ ഒരു എക്സാമ്പിൾ പറയാ. എന്തെഴുതാം? ക്ലോറോഫോം മിക്സ്ഡ് വിത്ത് നൈട്രോജൻ ഗ്യാസ് എന്ന് പറയാം. ഇല്ലെങ്കിൽ ഒരു ഗ്യാസ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ എക്സാമ്പിൾ പറയാ. ഏതാണ്? എയർ. ഇവിടെ കൊടുത്തിരിക്കുന്നത് മിക്സ്ചർ ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രോജൻ ഗ്യാസസ് എന്നാണ്. ആക്ച്വലി അത് എയർ ആണ്. നമ്മുടെ എയറിലുള്ള മേജർ കമ്പോണന്റ് ഏത് ഗ്യാസാ? നൈട്രോജൻ ഗ്യാസ് ആണ്. സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് ഓക്സിജൻ ഗ്യാസ് ആണ്. മനസ്സിലായോ എന്താ ഗേഷ്യസ് സൊല്യൂഷൻ എന്ന്? അപ്പോ ആദ്യത്തെ ടൈപ്പ് ആയിരുന്നു ഗേഷ്യസ് സൊല്യൂഷൻ. അത് എന്തുകൊണ്ടാണ് അവരെ ഗേഷ്യസ് സൊല്യൂഷൻ എന്ന് വിളിക്കാൻ കാര്യം? അവരുടെ സോൾവെന്റ് എല്ലാം തന്നെ ഗ്യാസ് ആണ്. ഓക്കെ, ഈ 3 ടൈപ്പിലും സോൾവെന്റ് എന്താണ്? ഗ്യാസ് ആണ്. അതുകൊണ്ടിട്ട് നമുക്ക് പറയാം ഇതൊക്കെ ഗേഷ്യസ് സൊല്യൂഷൻസ് ആണ്. മനസ്സിലായല്ലോ? അപ്പോ അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ലിക്വിഡ് സൊല്യൂഷൻ. ഓക്കെ, അടുത്ത ക്ലാസിഫിക്കേഷൻ എന്താ? ലിക്വിഡ് സൊല്യൂഷൻ. ഇനി നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു സോൾവെന്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് ആ ടൈപ്പ് ഓഫ് സൊല്യൂഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ സോൾവെന്റ് എല്ലാം ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതൊക്കെ ഗേഷ്യസ് സൊല്യൂഷൻസ് ആണ്. ഇല്ലെങ്കിൽ സോൾവെന്റ് ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതെല്ലാം ലിക്വിഡ് സൊല്യൂഷൻസ് ആണ്. ഗോട്ട് ഇറ്റ്? സോ ഇവിടെ നോക്കുക, സൊല്യൂട്ട് ഉണ്ട്, സോൾവെന്റ് ഉണ്ട്. സൊല്യൂട്ട് എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. ഒബ്വിയസ്ലി സോൾവെന്റ് എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കണം. കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിക്വിഡ് സൊല്യൂഷൻസ് ആ, അല്ലെ? ഇപ്പൊ ലിക്വിഡ് സൊല്യൂഷൻസിന്റെ സോൾവെന്റ് എല്ലാം തന്നെ ലിക്വിഡ് ആണ്. അപ്പോ ഇവരുടെ 3 ടൈപ്പ് ആണ് പറയുന്നത്. ഗ്യാസ് ഇൻ ലിക്വിഡ്. ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡില് ഏതെങ്കിലും ഒരു ഗ്യാസ് ഡിസോൾവ് ആയിരിക്കണം. എക്സാമ്പിൾ നോക്കിക്കേ, ഓക്സിജൻ ഡിസോൾവ് ഇൻ വാട്ടർ. അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തില് ഓക്സിജൻ ഗ്യാസ് ഡിസോൾവ് ആയിരിക്കണം, അല്ലെ? ഓക്സിജൻ ഗ്യാസ് ഡിസോൾവ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ സോഴ്സസിലുള്ള ഡിഫറെന്റ് വാട്ടർ ബോഡീസ് എടുത്തു കഴിഞ്ഞാലും ആ വെള്ളത്തിലെല്ലാം തന്നെ ഓക്സിജൻ ഗ്യാസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അതൊരു എക്സാമ്പിൾ ആക്കി പറയാം. ഇതല്ലാതെ സാധാരണ കുടിക്കുന്ന വെള്ളം അല്ലാതെ നമ്മൾക്കൊരു ഇൻട്രസ്റ്റിംഗ് മാറ്റർ വേറെ ഉണ്ടല്ലോ. ഏതാ? കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. നമ്മളുടെ മെറിൻഡയോ സ്പ്രൈറ്റ് 7up അങ്ങനെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട്. അത് എന്തുകൊണ്ടാണ് അതിനെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് വിളിക്കുന്നതെന്ന് അറിയോ? ഇല്ലെങ്കിൽ അതില് ഏത് ഗ്യാസ് ആണ് മിക്സ്ഡ് ആയിട്ടുള്ളതെന്ന് അറിയോ? അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ഫിസി ഡ്രിങ്ക്സ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? എക്സാമ്പിൾ ആയിട്ട് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എഴുതാം, അല്ലെ? നമ്മുടെ 7up സ്പ്രൈറ്റ് എന്നൊക്കെ എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഫിസി ഡ്രിങ്ക്സ് എന്ന് എഴുതാം കേട്ടോ. അതും വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് എഴുതാം. അടുത്ത നോക്കിക്കേ, ലിക്വിഡ്. അതായത് സോൾവെന്റും ലിക്വിഡ് ആണ്, സൊല്യൂട്ടും ലിക്വിഡ് ആണ്. അപ്പൊ രണ്ടുപേരും ലിക്വിഡ് ആണ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞേ. എക്സാമ്പിൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആക്ച്വലി അത് എന്താ അത്രയും നല്ലൊരു ശീലമല്ലെങ്കിൽ പോലും നമുക്ക് അവിടെ ഒരു എക്സാമ്പിൾ ആക്കി പറയാം. ആൽക്കഹോൾ മിക്സ്ഡ് വിത്ത് വാട്ടർ. ഓക്കെ, സോ a warning ഉണ്ട് കേട്ടോ. ആൽക്കഹോൾ കൺസംപ്ഷൻ is injurious to health. ഓക്കെ, സോ എഥനോൾ ഡിസോൾഡ് ഇൻ വാട്ടർ ആണ് നമുക്ക് അതിന് എക്സാമ്പിൾ ആക്കി പറയാൻ പറ്റുന്നത്. ഓക്കെ, എഥനോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽക്കഹോൾ ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ എഥനോൾ കംപ്ലീറ്റ് എടുത്ത് കുടിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അടുത്ത നോക്കിക്കേ, സോളിഡ് ലിക്വിഡ്. അതായത് സൊല്യൂട്ട് സോളിഡ് ആണ്, സോൾവെന്റ് ലിക്വിഡ് ആണ്. അതിനെ പറയുന്നതാണ് സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസ്. സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ. ഇവിടെയാണ് നമ്മൾ എപ്പോഴും പറയുന്ന നമ്മളുടെ എക്സാമ്പിൾസ് ഒക്കെ വരുന്നത്. ഏതൊക്കെയാ? സോൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. മിസ് നേരത്തെ പറഞ്ഞ അതേ ഓർഡറിൽ തന്നെയാണ് എപ്പോഴും പറയുന്നത്. അപ്പൊ ഇതെല്ലാം എന്താ? ഇതെല്ലാം വരുന്നത് സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിന് എക്സാമ്പിൾ ആയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു സെക്കൻഡ് ടൈപ്പ്. ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവസാനത്തത് എന്തായിരിക്കും അപ്പോ? അതായത് നമ്മളിപ്പോ സോൾവെന്റ് എല്ലാം ഗ്യാസ് ആയിട്ട് കണ്ടു, പിന്നെ സോൾവെന്റ് എല്ലാം ലിക്വിഡ് ആയിട്ട് കണ്ടു. അടുത്തത് വരുന്നത് എന്താ? സോൾവെന്റ് എല്ലാം സോളിഡ് ആയിട്ട് വരണം, അല്ലെ? അപ്പൊ സോൾവെന്റ് സോളിഡ് ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് സോളിഡ് സൊല്യൂഷൻസ്. എന്താണ്? സോളിഡ് സൊല്യൂഷൻ. അപ്പൊ സോളിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
സോൾവെന്റ് എന്തായിരിക്കണം? സോളിഡ് ആയിരിക്കണം അല്ലേ? സോൾവെന്റ് സോളിഡ് ആയിരിക്കണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, സൊല്യൂട്ട് ഗ്യാസ് ആണ്, സോൾവെന്റ് സോളിഡ് ആണ്. ഗ്യാസ് ഇൻ സോളിഡ്. എക്സാമ്പിൾ പറയാമോ? ഇത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒക്ലൂഷൻ എന്ന് പറയുന്ന ഒരു വാക്ക്. അതായത് ഹൈഡ്രോജൻ ഗ്യാസിനെ നമുക്ക് പലേഡിയം മെറ്റലിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഒക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അത് ഇവിടെ ഒരു എക്സാമ്പിൾ ആക്കി പറയാം. ഓക്കെ, ഹൈഡ്രോജൻ ഇൻ പലേഡിയം, സൊല്യൂഷൻ ഓഫ് ഹൈഡ്രോജൻ ഇൻ പലേഡിയം നമുക്ക് എന്ത് പറയാം? എക്സാമ്പിൾ ആയിട്ട് പറയാം. എന്തിന്റെ? ഗ്യാസ് ഇൻ സോളിഡ് സൊല്യൂഷനെ എക്സാമ്പിൾ ആക്കി പറയാം. ഓക്കെ, അടുത്ത നോക്കിക്കേ, ലിക്വിഡ് ഇൻ സോളിഡ്. ലിക്വിഡ് ഇൻ സോളിഡ് അതായത് സൊല്യൂട്ട് ലിക്വിഡ് ആണ്, സോൾവെന്റ് സോളിഡ് ആണ്. അതിനൊരു എക്സാമ്പിൾ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ, അമാൽഗം ഓഫ് മെർക്യൂറി വിത്ത് സോഡിയം. അപ്പൊ നമുക്കറിയാം മെർക്യൂറി എന്ന് പറയുന്നത് ഒരു മെറ്റൽ ആണ്. അപ്പൊ അതെന്താ ലിക്വിഡ് ആവാൻ കാര്യം? ആക്ച്വലി മെർക്കുറി എന്ന് പറയുന്നതാണെങ്കിൽ മെർക്കുറി ആണ് നമുക്ക് ഉള്ളതിലെ ഒരേ ഒരു ലിക്വിഡ് മെറ്റൽ. ഓക്കെ, അപ്പൊ മെർക്കുറി എന്താണ്? ലിക്വിഡ് ആണ് കേട്ടോ. മെർക്കുറി ലിക്വിഡ് ആണ്. ആൻഡ് മെർക്കുറി സോഡിയവുമായിട്ടുള്ള അലോയ്, അതിന് നമുക്ക് എന്ത് വിളിക്കാം? അമാൽഗം ഓഫ് സോഡിയം അല്ലെങ്കിൽ സോഡിയം അമാൽഗം എന്ന് പറയാം. അതായത് അമാൽഗം എന്ന് പറയുന്ന വാക്ക് നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്നത് മെർക്കുറിയുടെ അലോയ്സിനെ പറ്റി പറയുമ്പോഴാണ്. ഓക്കെ, ഗോൾഡ് അമാൽഗം, അതായത് അലോയ് ഓഫ് മെർക്കുറി ആൻഡ് ഗോൾഡ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗോൾഡ് അമാൽഗം എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ അമാൽഗം എന്ന് പറയുന്ന വാക്ക് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? മെർക്കുറിയുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ, അടുത്ത ടൈപ്പ് നോക്കിക്കേ, സോളിഡ് ഇൻ സോളിഡ്. സോളിഡ് ഇൻ സോളിഡ് അതായത് സൊല്യൂട്ടും സോളിഡ് ആയിരിക്കണം, സോൾവെന്റും സോളിഡ് ആയിരിക്കണം. അതിനൊരു എക്സാമ്പിൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എങ്ങനെ പറയാൻ പറ്റും? സോളിഡ്, രണ്ടുപേരും സോളിഡ് ആയി കഴിഞ്ഞാൽ അതെങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റാം? അതും നമുക്ക് പറ്റും. അതായത് അലോയ്സ് എന്ന് പറയുന്നത് എല്ലാം തന്നെ എന്തിന് എക്സാമ്പിൾ ആണ്? സോളിഡ് സോളിഡ് സൊല്യൂഷന് എക്സാമ്പിൾ ആണ് അല്ലെ? അതായത് ഡിഫറെന്റ് അലോയ്സ് നിങ്ങൾക്ക് ഏതൊക്കെ അറിയാം? ബ്രോൺസ് അറിയാം, ബ്രാസ് അറിയാം, അതുപോലെ വേറെ ഏതൊക്കെ അലോയ്സ് നിങ്ങൾക്ക് അറിയാം? അൽനിക്കോ ഉണ്ട്, നിക്രോം ഉണ്ട്, ഇതൊക്കെ ഡിഫറെന്റ് അലോയ്സ് ആണ്. അപ്പൊ അലോയ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? മെറ്റലിന്റെയോ നോൺ മെറ്റലിന്റെയോ മിക്സ്ചർ ആണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അലോയ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അലോയ്സ് എന്ന് പറയുന്നത് സോളിഡ് സോളിഡ് സൊല്യൂഷന് എക്സാമ്പിൾ ആണ്. ഇനി മറ്റൊരു കാര്യം, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ ഏതാന്ന് നോക്കിക്കേ, കോപ്പർ ഡിസോൾഡ് ഇൻ വാട്ടർ. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ ഏതാന്ന് നോക്കിക്കേ, കോപ്പർ ഡിസോൾഡ് ഇൻ ഗോൾഡ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ? കോപ്പർ ഡിസോൾഡ് ഇൻ ഗോൾഡ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ കേട്ടിട്ടില്ലേ 916 ഗോൾഡ്? എന്താ ഈ 916 ഗോൾഡ് എന്ന് പറഞ്ഞ? അതായത് പ്യോർ ആയിട്ടുള്ള ഗോൾഡ് എന്ന് പറയുന്നത് 24 ക്യാരറ്റ് ആണ്. ഓക്കെ, 24 ക്യാരറ്റ് ആണ്. ഇതിനകത്ത് 91.6% ആണ് ഗോൾഡിന്റെ പ്യൂരിറ്റി. അതായത് 100% പ്യോർ അല്ല. അപ്പോ 100% പ്യോർ ആയിട്ടുള്ള ഗോൾഡ് ആണ് എന്ത് പറയുന്നത്? 24 ക്യാരറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 24 ക്യാരറ്റ്. ഓക്കെ, 24 ക്യാരറ്റ് എന്ന് പറയുന്നത്. ഗോൾഡ് 100% പ്യോർ അല്ല, പകരം അതിന്റെ പ്യോറിറ്റി എന്ന് പറയുന്നത് 91.6% ആണെന്ന് വിചാരിക്കാം. 91.6%. അതാണ് 22 ക്യാരറ്റ് ഗോൾഡ്. 22 ക്യാരറ്റ് ഗോൾഡ്. ഓക്കെ, 22 ക്യാരറ്റ് ഗോൾഡ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 916 സ്വർണം എന്ന് പറയുന്നത്. ഓക്കെ, 916 സ്വർണം. അപ്പോ ഇതില് ബാക്കിയുള്ളത് എന്തായിരിക്കും? 91.6% ഗോൾഡ് ആണ്, ബാക്കിയുള്ളത് കോപ്പറും സിങ്കും ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? സോളിഡ് ഇൻ സോളിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ് കോപ്പർ ഡിസോൾഡ് ഇൻ ഗോൾഡ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സോൾട്ട് സൊല്യൂഷനോ ഷുഗർ സൊല്യൂഷനോ അല്ലാതെ നിങ്ങൾക്ക് വേറെ കുറെ എക്സാമ്പിൾസ് സൊല്യൂഷൻസിന് വേണ്ടി പറയാം. കറക്റ്റ് അല്ലേ പറയുന്നത്? ഒന്ന് നോക്കിക്കേ ഏതൊക്കെയാണെന്ന്. എയർ പറഞ്ഞൂടെ? എയർ എന്താണ്? എയർ ഒരു ഗേഷ്യസ് സൊല്യൂഷൻ ആണ്. അതുപോലെ സോഡ എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾഡ് ഇൻ വാട്ടർ. കറക്റ്റ്. ദെൻ അടുത്തത് ആൽക്കഹോൾ മിക്സസ് വിത്ത് വാട്ടർ, അതും ഒരു സൊല്യൂഷൻ ആണ്. പിന്നെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ,
ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ. പിന്നെ വരുന്നത് ഏതാണ്? ഇവരെല്ലാവരും തന്നെ അലോയ്സ് ആണ്. അലോയ്സ് എല്ലാവരും എന്തിന് എക്സാമ്പിളാ? സോളിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. ഗോൾഡ് കൊടുത്തിട്ടുണ്ട്. ഗോൾഡിന്റെ കാര്യവും നമ്മൾ ഓൾറെഡി പറഞ്ഞതാ. അപ്പോ ഇതോടെ ടൈപ്സ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ടോപ്പിക് തീരാണ് കേട്ടോ. നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് കോൺസെൻട്രേഷനും കോൺസെൻട്രേഷൻ ടേംസും ആണ്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയില് നമ്മൾ ഈ ടോപ്പിക്സ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.